ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: BCCIയുടെ ഇടക്കാല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ CEO ആരാണ്? അപ്പോൾ ആരാണ് BCCIയുടെ ഇടക്കാല CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഹേമന്ത് അമീനാണ് പുതിയ CEO, BCCIയുടെ പുതിയ CEO. നമുക്കറിയാം പഴയ CEO എന്ന് പറയുന്നത് രാഹുൽ ജോഹ്രി ആയിരുന്നു. അപ്പോൾ രാഹുൽ ജോഹ്രിയുടെ രാജി ഈ ഇടയ്ക്കാണ് സ്വീകരിച്ചത്. അപ്പോൾ രാഹുൽ ജോഹ്രിക്ക് പകരമായിട്ടാണ് ഹേമന്ത് അമീൻ വന്നിരിക്കുന്നത്. ഹേമന്ത് അമീൻ IPLന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിരുന്നു ഹേമന്ത് അമീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ BCCIയുടെ ഇടക്കാല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ഇനി പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർ നിർണ്ണയിക്കുമെന്നാണ് BCCI അറിയിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം: സസ്റ്റൈനബിലിറ്റി ലീഡർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചവർക്ക്. ഇപ്പോൾ അബുദാബിയിൽ ഇപ്പോൾ ഒരു പുരസ്കാരം നൽകിയിട്ടുണ്ട്. അബുദാബിയിൽ നിന്നും സസ്റ്റൈനബിലിറ്റി ലീഡർ ഓഫ് ദ ഇയർ പുരസ്കാരം എന്നുള്ളത് ഒരു മലയാളിക്കാണ് കിട്ടിയിരിക്കുന്നത്. MA യൂസഫ് അലിയാണ്. ലുലു ഗ്രൂപ്പിന്റെ ചെയർമാനായ MA യൂസഫ് അലിക്കാണ് ഇപ്പോൾ സസ്റ്റൈനബിൾ ലീഡർ ഓഫ് ദ ഇയർ പുരസ്കാരം അബുദാബിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഈ പുരസ്കാരം ലഭിക്കുന്ന അറബ് വംശജനല്ലാത്ത ഏക വ്യക്തി എന്ന് പറയുന്നത് ഈ MA യൂസഫ് അലിയാണ്. ഇത് എന്ന് പറയുന്നത് സുസ്ഥിര വികസനത്തിനുള്ള നൂതന സമ്പ്രദായങ്ങൾ നടപ്പിലാക്കുന്നതിന് അത് പ്രമാണിച്ചുകൊണ്ടാണ് ഈ പുരസ്കാരം അബുദാബിയിലെ സസ്റ്റൈനബിൾ ഗ്രൂപ്പാണ്, അബുദാബിയിലെ സസ്റ്റൈനബിലിറ്റി ഗ്രൂപ്പാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, ഈ അവാർഡ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ലഭിച്ചിരിക്കുന്നത് മലയാളിയായ MA യൂസഫ് അലി, ലുലു ഗ്രൂപ്പിന്റെ ചെയർമാനായ MA യൂസഫ് അലിക്കാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ചോദ്യം: വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ എന്നാണ്. വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ എന്നാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ജൂലൈ 15-നാണ് വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ ആചരിക്കുന്നത്. അപ്പോൾ ജൂലൈ 15-നാണ് വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ ആചരിക്കുന്നത്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് സ്കിൽസ് ഫോർ റീസൈലന്റ് യൂത്ത് എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. അപ്പോൾ വേൾഡ് സ്കിൽസ് യൂത്തിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് UNGE ആണ്. ഇപ്പോൾ UN പോഷക സംഘടനയായ UNGE ആണ് വേൾഡ് സ്കിൽസ് ഡേ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2015 ജൂലൈ മുതലാണ് ഇത് ആദ്യമായിട്ട് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ 2015 ജൂലൈ മുതലാണ് ഇത് ആദ്യമായിട്ട് വേൾഡ് സ്കിൽസ് യൂത്ത് ഡേ ആദ്യമായിട്ട് ആചരിക്കുവാൻ തുടങ്ങിയത്. UNGE ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തീം എന്ന് പറയുന്നത് സ്കിൽസ് ഫോർ റീസൈലന്റ് യൂത്ത് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ വൈസ് പ്രസിഡന്റ് ആര് എന്നുള്ളതാണ് ചോദ്യം. ADBയുടെ പുതിയ വൈസ് പ്രസിഡന്റ്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ വൈസ് പ്രസിഡന്റ് ആണ് അശോക് ലാവാസയാണ് ADBയുടെ പുതിയ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ദിവാകർ ഗുപ്തയ്ക്ക് പകരം, ഇതിനു മുൻപ് ദിവാകർ ഗുപ്തയായിരുന്നു ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയായപ്പോഴാണ് അശോക് ലാവാസ വന്നിരിക്കുന്നത്. ഇനി ADBയെ പറ്റി നമുക്കറിയാം, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? മനില, ഫിലിപ്പീൻസ് ആണ്. അതുപോലെ മസദ്സുഗു അസക്കാവയാണ് ADBയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ADBയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് വന്നിട്ട് മനിലയാണ്. ഇനി അടുത്ത ചോദ്യം: 2020 ജൂലൈയിൽ IIT കാൻപൂർ വികസിപ്പിച്ച അൾട്രാവയലറ്റ് സാനിറ്റൈസിംഗ് ഡിവൈസിന്റെ പേര്. അപ്പോൾ IIT കാൻപൂർ ജൂലൈയിൽ ഒരു അൾട്രാവയലറ്റ് സാനിറ്റൈസിംഗ് ഡിവൈസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ പേരെന്താണ്? ശുദ്ധ് എന്നാണ് പറയുന്നത്. ശുദ്ധ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ 2020 ജൂലൈയിൽ IIT കാൻപൂർ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന അൾട്രാവയലറ്റ് സാനിറ്റൈസിംഗ് ഡിവൈസിന്റെ പേരാണ് ശുദ്ധ്. SHUDDH, ശുദ്ധ് എന്നാണ് ഇതിന്റെ പേര്. ഇനി അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എവിടെയാണ് വരുന്നത്? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് വരുന്നത് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. ട്രാൻസ്ഷിപ്മെന്റ് വരുന്നത് കൊച്ചി വല്ലാർപാടത്താണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് വരുന്നത് എവിടെയാണ്? കൊച്ചി വല്ലാർപാടത്താണ് വരുന്നത്. ഇനി ബാസ്റ്റിൽ ഡേ എന്നാണ്. ബാസ്റ്റിൽ ഡേ എന്ന് അല്ലെങ്കിൽ ഫ്രഞ്ച് നാഷണൽ ഡേ എന്ന് വിശേഷിപ്പിക്കുന്ന ദിവസം ഏതാണ്? ജൂലൈ 14 ഫ്രഞ്ച് നാഷണൽ ഡേ. ഈ ബാസ്റ്റിൽ ഡേ നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവമായിട്ടുള്ള അതിന് മുന്നോടിയായിട്ടുള്ള ഇതാണ് ബാസ്റ്റിൽ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാസ്റ്റിൽ ഡേ എന്ന് പറയുന്നത് ജൂലൈ 14 ഇതിനെ ഫ്രഞ്ച് നാഷണൽ ഡേ എന്നാണ് വിളിക്കുന്നത്. ഫ്രഞ്ച് നാഷണൽ ഡേ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം ഇതാണ്:
ഇന്ത്യൻ കരസേന അപ്പോൾ ഏത് രാജ്യവുമായിട്ടാണ് സ്പൈക്ക് LR ആന്റി ടാങ്കർ മിസൈലുകൾ വീണ്ടും വാങ്ങാൻ തീരുമാനിച്ചത്? അപ്പോൾ ഇന്ത്യയുടെ കരസേന വീണ്ടും ഒരു രാജ്യവുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് സ്പൈക്ക് LR ആന്റി ടാങ്കർ മിസൈലുകൾ വാങ്ങാൻ വേണ്ടി. അപ്പോൾ അത് ഏത് രാജ്യവുമായിട്ടാണ്? ഇസ്രായേലുമായിട്ടാണ്. ഇപ്പോൾ ഇസ്രായേലുമായിട്ടാണ് അവർ വീണ്ടും വാങ്ങുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏതാണ്? സ്പൈക്ക് LR ആന്റി ടാങ്കർ. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ വിപുലീകരിക്കുന്ന തുറമുഖം ഏതാണ്? ചബഹാർ തുറമുഖമാണ്. ചബഹാർ. അപ്പോൾ ഇറാനിൽ ഇന്ത്യയുടെ സഹായത്തോടെ വിപുലീകരിക്കുന്ന തുറമുഖമാണ് ചബഹാർ. അപ്പോൾ ചബഹാർ റെയിൽവേ പ്രോജക്റ്റ് ആണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. അതിൽ നിന്നാണ് ഇന്ത്യ ഒഴിവായിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന തുറമുഖമാണ്, പോർട്ടാണ് ചബഹാർ. ഇറാനിൽ നിർമ്മിക്കുന്ന വിപുലീകരിക്കുന്ന പോർട്ടാണ് ചബഹാർ. അടുത്ത ചോദ്യം, ഏത് രാജ്യവുമായാണ് ഇറാൻ $400 ബില്യൺ ദീർഘകാല കരാറിൽ? അപ്പോൾ ഇറാൻ ഇപ്പോൾ ഒരു രാജ്യവുമായിട്ട് $400 ബില്യന്റെ ഒരു ദീർഘകാല കരാറിൽ ഒപ്പുവെക്കുവാൻ ആരംഭിച്ചിരിക്കുകയാണ്. അത് ഏത് രാജ്യവുമാണ്? ചൈനയുമായിട്ടാണ്. അപ്പോൾ ചൈനയുമായിട്ടാണ് ഇപ്പോൾ ഇറാൻ ഒരു പുതിയ കരാർ ഒപ്പിടാൻ പോകുന്നത്. $400 ബില്യന്റെ കരാറാണ്. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, 2020 റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്ന രാജ്യം ഏത് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം. ഉത്തരം ചൈനയായിരുന്നു. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്ത വിജയിക്കുള്ള കൺഗ്രാജുലേഷൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ F1 ഫോർമുല 1 വിജയങ്ങൾ നേടിയ താരം ആരാണ്? അപ്പോൾ ഏറ്റവും കൂടുതൽ F1 വിജയങ്ങൾ കരസ്ഥമാക്കിയ താരം ആര് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾക്ക് കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. താങ്ക് യു.